അമ്മ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? പേര് തത്ത. എന്താണ് ചെയ്യുന്നത്? ഞങ്ങള് കാട്ടിലെ മരുന്ന് പറിക്കാനൊക്കെയാണ് പോകുന്നത്. ഇപ്പോ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് 4-ാം തീയതി റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണല്ലോ. 2 ദിവസം കൂടി ഉള്ളൂ. എന്താണ് പ്രതീക്ഷകൾ? ഞങ്ങള് ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. ആര് ജയിക്കുന്ന പ്രതീക്ഷ? സുരേഷ് ഗോപി ജയിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇടകൊണ്ടായിട്ട് കുറച്ചൊക്കെ സാധനങ്ങളും അതും ഇതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ട് നല്ല സ്നേഹത്തോടെ ആണ് പോയി കിടക്കണത്. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് ഞങ്ങക്ക്. ഇപ്പോ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഈ ആദിവാസി ഊരില്? യാത്രാ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങള് 300 രൂപയൊക്കെ കൊടുക്കണം ഓട്ടോ കൂലി. വാണിയമ്പറയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ. അപ്പൊ ഞങ്ങക്ക് 600 രൂപയാണ് ഒരിക്കൽ ഞങ്ങൾ കടയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചെലവ് വരുന്നത്. അത് കാരണം അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ വേരും വിത്തൊക്കെ പറിച്ച് ഈ കോലൊക്കെ വെട്ടിയിട്ടാണ് ഞങ്ങളിവിടെ. അല്ലാണ്ട് ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നവരാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ജയിച്ചു കിട്ടിയാ ഞങ്ങക്ക് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെ വണ്ടിക്കൂലി ഇങ്ങനെ കുറഞ്ഞിട്ടൊന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുക, അത് നല്ലൊരു പ്രതീക്ഷയുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സഹകരണം ചെയ്തു തരുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതിന് നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മള് നാട്ടിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, അവരിലൊക്കെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. അവരെയൊക്കെ നഷ്ടപ്പെട്ടു. അത് ഇത്രയും 5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്നതല്ലേ. ഒരുപാട് കാര്യത്തിന് പോയിട്ടും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സ് മട്ടിയിട്ടുണ്ട് അവരിനോട്. ഇപ്പോ ഇവിടെ പ്രാർത്ഥനയും പൂജയൊക്കെ ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. അന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പോയ പിന്നെ മുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കലും പൂജയും ചെയ്ത പിന്നെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ജയിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. മുകളില് ഭദ്രകാളി. എത്ര വർഷമായിട്ടുണ്ട്? അത് ഞങ്ങളുടെ ഒന്നുമല്ല, ഞങ്ങളുടെ അച്ഛന്മാരുടെ കാലത്തുള്ളതാണ്. പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ചെയ്യുന്നുണ്ട്. ഫലം ഉണ്ടാവാറുണ്ടോ? ഫലമുണ്ട്. ഈ പ്രാവശ്യം പ്രതീക്ഷയുണ്ട്. ഇപ്പോ ഏതെങ്കിലും വർഷത്തിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട പരിപാടികൾ ഉണ്ടാവാറുണ്ട് ക്ഷേത്രത്തിൽ? ഉണ്ട്. കൊല്ലത്തിലൊരിക്കലുണ്ട്. കൊല്ലത്തിലൊരിക്കൽ ഞങ്ങൾ അവിടെ നിന്ന് അമ്മീനെ എഴുന്നള്ളിച്ചു വന്ന് ഇവിടെ പൂജയും കർമ്മമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാല് ദേവിക്ക് പ്രത്യേക എന്തെങ്കിലും പൂജ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടോ? ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് 2-3 ദിവസം എന്താണെങ്കിലും വേണ്ടില്ല, ചൊവ്വയും വെള്ളിയുമാണ് അവിടെ പൂജയും കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ ഞങ്ങൾ എന്താണെങ്കിൽ പൂജയും പായസവും കഴിക്കും. എന്താണെങ്കിലും ചെയ്യും. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? നമസ്കാരം. ഉഷ. ചേച്ചി, എന്താണ് പ്രതീക്ഷകൾ? എന്താണ് സുരേഷ് ഗോപിക്ക് സപ്പോർട്ടായിട്ട് ആദ്യമൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളല്ലേ, എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? ഇത്തവണത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യാത്രാ സൗകര്യമാണ് ഏറ്റവും വലുതായിട്ട് കിട്ടുന്നത്. സുരേഷ് ഗോപി ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാത്രാ സൗകര്യത്തിനുള്ളത് ചെയ്തു തരണം. ഞങ്ങൾ 300 രൂപ കൊടുത്തിട്ടാണ്, ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ്, 300 രൂപയും 350 രൂപയാണ് ഓരോ ഓട്ടോക്കാരും മേടിച്ചിട്ട് ഞങ്ങളെ ഇവിടുന്ന് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 650 രൂപ മിനിമം വേണം. അപ്പൊ ഞങ്ങൾക്ക് യാത്രാ സൗകര്യമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ഞങ്ങളുടെ ഇവിടുന്ന് കുട്ടികൾ പഠിക്കാൻ പോണവർക്ക് അതിന് വല്ല സംവിധാനം ചെയ്തു തരണം. പിന്നെ പഠിക്കണ മക്കള് ഇപ്പൊ 10ാം ക്ലാസ് ആണെങ്കിലും അവർക്ക് കുറെ പ്രതീക്ഷകളും ചെയ്ത് ഡിഗ്രി എല്ലാം ഓരോന്ന് പാസ്സായി കഴിയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ് 3 വർഷമൊക്കെ ഡിഗ്രി കഴിഞ്ഞ് മിക്കവരും വീട്ടിൽ മിണ്ടാണ്ടിരിക്കുകയാണ്, പുറത്തുള്ള പണികൾക്ക് പോവുകയാണ്. അവർക്ക് എന്തെങ്കിലും ജോലി സംവിധാനങ്ങൾ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തരാനും, ഞങ്ങളുടെയൊക്കെ പിന്നെ ഞങ്ങൾ കാട്ടിലുള്ള പണിക്കും അതിനും ഇതിനൊക്കെ പോയിട്ടാണ് ജീവിക്കുന്നത്. എന്ത് പണിക്കാ പോകുന്നത് കാട്ടില്? ഞങ്ങൾ കാട്ടില് വേരും ഇതൊക്കെ പറിക്കാൻ പോവുകയാണ്. ഓരില, ഓരില, മുകില, അങ്ങനെയുള്ള ഔഷധമാണ്. അത് അത്യാവശ്യം സാമ്പത്തികം ലഭിക്കുന്നതാണോ? സാമ്പത്തികം ലഭിക്കും. അത് കിട്ടുന്ന സീസണില്. പിന്നെ ആനയുള്ളത് കാരണം ഞങ്ങൾക്ക് അവിടേക്ക് കയറാനും പറ്റില്ല. അപ്പൊ പേടിച്ചാണ് കാട്ടിലേക്ക് പോയിട്ട് ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ എന്താണ്, പിന്നെ EDCന്റെ ഒരു സംവിധാനം ഉണ്ട്. ആ ഫെൻസിങ്ങിന്റെ ഇത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് അത് മിക്കതും ആന വലിച്ചതാക്കി പോവുകയാണ്. അതിന് എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തന്നാണ്. ആനകൾ വീടിന്റെ പരിസരങ്ങളിലേക്കാണ് എപ്പോഴും വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനും എന്തെങ്കിലുമൊക്കെ ഒരു ഇപ്പോ ഈ ആനകൾ ഇപ്പോ വീടിന്റെ അടുത്തൊക്കെ വരുന്നുണ്ടോ? വരാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ ഇവിടുത്തെ TN പ്രതാപൻ MP-യുടെ പ്രവർത്തനങ്ങൾ എന്താണ്? അതിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അയാളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. അയാള് എങ്ങനെയാണ് ഇവിടെ വന്ന് പ്രവർത്തിച്ചത് എന്ന് പോലും അയാള് ജയിച്ചു എന്ന് ഞാനൊക്കെ വോട്ട് ആൾക്കാർ കൊടുത്തത്. പക്ഷെ ആള് ജയിച്ച് പ്രതാപന് വോട്ട് കൊടുത്തതായിരുന്നു. പക്ഷെ ആള് ജയിച്ചിട്ട് നമ്മുടെ കോളനിക്ക് വരിക, ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്തു തരിക,
അയാളെ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല, അയാൾ ഇവിടെ വന്നതായിട്ട് കണ്ടിട്ടില്ല. അവരൊരു പ്രവർത്തനം ഇവിടെ ചെയ്യണമില്ല. ഇപ്പൊ ഇവിടുത്തെ MLA ആരാണ്? ഇവിടുത്തെ MLA ആരാണ്? രാജ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? അറിയോ? വരാറുണ്ടോ? എന്തെങ്കിലും സഹായം ഉണ്ടോ? ആളിവിടെ വരാറുണ്ട്. പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ കൂടുതലും വലിയ ഇതായി പോയിട്ടില്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ഇലക്ഷന് ഇപ്പൊ 2 ദിവസം കൂടിയുള്ളൂ റിസൾട്ട് അറിയാൻ, പ്രതീക്ഷകൾ എന്താ? പ്രതീക്ഷ സുരേഷ് ഗോപി ജയിക്കുന്ന തന്നെയാണ്. സുരേഷ് ഗോപി ജയിക്കുന്ന തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇരിപ്പ്. എന്താ സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്താണ്? എന്ന് പറഞ്ഞാൽ ആള് ഒരു സ്ഥാനത്ത് ഇരിക്കാണ്ട് തന്നെ ഇവിടെ 2-3 പ്രാവശ്യം വരുന്ന നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞ അരി സാധനം അങ്ങനെയുള്ള പച്ചക്കറി വരെ ആള് എത്തിച്ച് തന്നിട്ടുണ്ട്. ആളുടെ പ്രവർത്തകർ കൂടി എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥാനം ഇല്ലാണ്ട് തന്നെ ആൾ ഇത്രയും ചെയ്തപ്പോൾ ആള് ജയിച്ച എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അപ്പോ ഇവിടെ പ്രധാനമായിട്ട് എന്തെങ്കിലും പ്രതീക്ഷകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? ആള് ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന്? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നൽകിയിട്ടില്ല. ആള് ജയിച്ച എന്തായാലും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആളുടെ പ്രവർത്തനം കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം ഇല്ലാണ്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ട് നല്ലപോലെ ആള് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വാർത്തയിൽ കാണുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കോളനിനെ എന്തായാലും സഹായിക്കും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ എത്ര വർഷം ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റാനുള്ള സുഖമില്ലാത്തതുകൊണ്ട് ഈ വനത്തെ ആശ്രയിച്ച് മാത്രമാണോ ജീവിച്ചിരുന്നത്? എന്തായിരുന്നു ചെയ്തിരുന്നത്? ചെയ്തതെന്ന് പറഞ്ഞ കാട്ടില് ഇതുപോലെ ഓരല, മൂവല, നറുന്നാണ്ടി, പിന്നെ സദാവേരിക്കിഴങ്ങ്, ഇങ്ങനെയാണ് ഈ സമയത്ത് ഇതിന് പണി ചെയ്യാൻ പറ്റുക. പിന്നെ തേനിന്റെ ഇഞ്ച, ചീനിക്ക, അങ്ങനെയുള്ള പണികളൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടോ? UDF, LDF, ഇവരൊക്കെ എന്ത് പ്രതീക്ഷകളാണ് ഇതിനു മുന്നൊക്കെ തന്നിരുന്നത്? അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഭരിച്ചോണ്ടിരുന്നപ്പോൾ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലോ അത് നടപ്പാക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഭരണം വന്ന പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അവരവർ നിറഞ്ഞു നോക്കിയിട്ട് തന്നെ അവരുടെ ആൾക്കാർ ഇവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, അവരുടെ ആളുകൾക്ക് മാത്രം. എനിക്ക് വീട് കിട്ടിയിട്ട് ഇപ്പൊ 2010 കിട്ടിയതാണ്. അപ്പൊ ഇതും വരെ അന്ന് 1,400 ഉറുപ്പ്യ, 1,25,000 ഉറുപ്പ്യാണ് ഒരു വീടിന് കിട്ടിയത്. അതുകൊണ്ട് പെരയൊക്കെ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി. അത് തേക്കാൻ ഈ ഭരണം വന്ന മുതൽ തൊട്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് ഇന്നത്തെ വരെ നമുക്ക് പാസ്സാക്കി തന്നിട്ടില്ല. അപ്പൊ പിന്നെ അതേപോലെ തന്നെ അവര് നിറഞ്ഞു നോക്കിയിട്ട് തന്നെ അവർ ചെയ്യുള്ളൂ. നമ്മ എന്ത് കൊടുത്താലും അത് വിലയില്ല, അത് നടപ്പാക്കി തരൂല്ല. ഇപ്പൊ എൻ്റെ അവിടെ അച്ഛനും അമ്മയില്ലാത്ത 2 പിള്ളേരുണ്ട്. ആ പിള്ളേരിനെ ഞാൻ ഒരുവിധമൊക്കെ പഠിപ്പിച്ച് +2 വരെ പഠിപ്പിച്ചു. അതിൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ മറ്റേ പ്രൊമോട്ടർ പണി കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി IT ചേർത്തിയായിരുന്നു ചാലക്കുടി. അപ്പോൾ 2 മാസം ഞങ്ങൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചു. 4,500 ഉറുപ്പ്യ മാസം അടയ്ക്കണം. അപ്പോൾ ഇത് അടയ്ക്കാൻ വഴിയില്ലാണ്ട് ആ കുട്ടീൻ്റെ പഠിത്തം പോയിട്ട് പിരിക്കുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പണിയാൻ പോയിട്ട് സഹായിക്കാനുള്ള ആരോഗ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണോ BJPക്ക് വോട്ട് ചെയ്യുന്നത്? താമര ചിഹ്നത്തിന് വോട്ട് ചെയ്തത്? ഞാൻ ഇതൊക്കെ മുമ്പ് എനിക്ക് ചെയ്തിട്ടുണ്ട്.